ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കൽപ്പന പ്രകാരം തൻ്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ ലോകമൊക്കെയും സുവിശേഷം അറിയിക്കുവാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തു. സ്ലീഹന്മാരിൽ തലവനായ വിശുദ്ധ പത്രോസ് സ്ലീഹ അന്ത്യോക്യയിൽ സ്ഥാപിച്ചതായ ആദ്യത്തെ സഭ പൗരാണികമായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ് കിഴക്കിൻ്റെ പരിധിയിൽ വരുന്ന ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം. ക്രിസ്തു ശിഷ്യനായ മോർ തോമസ് ലീഹ AD 52 ഭാരതത്തിൻ്റെ തെക്ക് പടിഞ്ഞാറുള്ള കേരളക്കരയിലെത്തുകയും ഇവിടെ താമസിച്ചിരുന്നതായ ജനങ്ങളെ സുവിശേഷീകരണത്തിലൂടെ മാമോദീസ നൽകി ക്രൈസ്തവരാക്കിയതാണ് മലങ്കരയിലെ സഭയുടെ ഉത്ഭവം. കേരളക്കരയിൽ മലങ്കര ക്രൈസ്തവ സമൂഹത്തിൽ സുറിയാനി പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന എല്ലാ സഭാവിഭാഗങ്ങളും അന്ത്യോക്യയിലെ സുറിയാനി സഭയുടെ പൗരാണികതയും വേദശാസ്ത്രവുമാണ് തുടർന്നു വരുന്നത്. 20-ാം നൂറ്റാണ്ടിലെ മധ്യത്തോടെ കപ്പൽ വ്യോമയാത്രയിലും ദീർഘദൂര ടെലഫോൺ ബന്ധങ്ങളിലുമുണ്ടായ വിപ്ലവകരമായ പുരോഗതി രാജ്യാന്തര യാത്രകൾക്കും തൊഴിൽ മേഖലയിലെ പഠന ആവശ്യങ്ങൾക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും മറ്റും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. 1950-കളിൽ ഉന്നത പഠനത്തിന് മാത്രമായി അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് യാത്ര ചെയ്തിരുന്ന മലയാളികൾ 1970 കാലഘട്ടം ആയതോടുകൂടെ ആതുര ശുശ്രൂഷ രംഗത്ത് അമേരിക്കൻ ഐക്യനാടുകൾ തുറന്നിട്ട വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ ആരംഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇടത്തരം കുടുംബത്തിൽപ്പെട്ടവർ, പ്രത്യേകിച്ചും സുറിയാനി ക്രിസ്ത്യാനികളായ ധാരാളമായി അമേരിക്കയിലേക്ക് കുടിയേറുവാൻ ആരംഭിച്ചത്. 1970-75 കാലഘട്ടത്തിൽ വിരലിലെണ്ണാവുന്ന ചുരുക്കം മലയാളികളാണ് ലോകപ്രശസ്തമായ ന്യൂയോർക്ക് സിറ്റിയുടെ 5 ബോറോകളിലൊന്നായ സ്റ്റാറ്റൻ ഐലൻഡിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളായ ആളുകൾക്ക് ആവശ്യം വേണ്ടതായ ജോലിയും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ വിശ്വാസ ആചാരങ്ങളും ആരാധനകളും നിവർത്തിക്കുവാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. സമാന ചിന്താഗതിക്കാരായ 6 പേരുടെ കൂട്ടായ പ്രാർത്ഥനയുടെയും ഐകമത്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായി പ്രത്യാശയോടെ ദൈവാശ്രയത്തോടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ലഭിച്ച അനുഗ്രഹമാണ് 1975 ഒരു പ്രാർത്ഥനാ കൂട്ടമായി ആരംഭിച്ച് പിന്നീട് ദൈവാലയമായി വളർന്ന് സുവർണ ജൂബിലിയുടെ നിറവിൽ എത്തി നിൽക്കുന്നതായ നമ്മുടെ ഈ ദൈവാലയം മോർ ഗ്രിഗോറിയോസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഇൻ സ്റ്റാറ്റൻ ഐലൻഡ്. ഇപ്പോൾ നമ്മുടെ ഇടവകയുടെ സീനിയറായ മെമ്പർ ഷെവലിയാർ ഈപ്പൻ മാളിയേക്കൽ, പരേതനായ ഗീവർഗീസ് കൊച്ചുമ്മൻ, പരേതനായ ശ്രീ മത്തായി മേലൂട്ട്, പരേതനായ ശ്രീ മാത്തൻ ചാക്കോ ഇടത്തിക്കുന്നേൽ, പരേതയായ ശ്രീമതി ഏലിയാമ്മ വർഗീസ്, ശ്രീ ജോൺ മാത്യു എന്നീ 6 പേരുടെ പ്രാർത്ഥനയുടെയും ഉത്സാഹത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ ദേവാലയം ഇന്ന് ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. ഇടവകയുടെ സ്ഥാപക അംഗങ്ങളാണ് ഈ 6 പേരും. 1964 മുതൽ 1974 വരെയുള്ളതായ 10 വർഷക്കാലം മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമായിരുന്നു. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന വിശ്വാസവും അധികാരപരവുമായ തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരമായി ഇരുവിഭാഗങ്ങളിലെ കക്ഷികൾ ഒന്നിച്ചു പോകുവാൻ തീരുമാനമായി. ആഗമാന സുറിയാനി സഭയുടെ തലവനായിരുന്ന അന്നത്തെ പാത്രിയർക്കീസ് പുണ്യശ്ലോകനായ മോറാൻ മോർ ഇഗ്നാത്തിയോസ് യാക്കൂബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയിൽ എഴുന്നള്ളുകയും സഭാസമാധാനം നടപ്പിലാക്കുകയും ഔഗേൻ മോർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്തായെ കിഴക്കിൻ്റെ കാതോലിക്കയായി വാഴിക്കുകയും ചെയ്തു. 1974 ശേഷം ഈ സമാധാനം ജലരേഖയായി മാറിയത് പിന്നീടുള്ളതായ മലങ്കര സഭയുടെ ചരിത്രമാണ്. 1974 ഓഗസ്റ്റ് 11 സ്റ്റാറ്റൻ ഐലൻഡിലെ ന്യൂ ബ്രൈറ്റനിലുള്ള അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ ചർച്ച് അതിൻ്റെ ചാപ്പലിൽ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ മലയാളത്തിലുള്ളതായ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുകയുണ്ടായി. അന്ന് മനഹാട്ടിലുണ്ടായിരുന്നതായ TM സക്രിയ എന്ന വൈദികനാണ് മലയാള ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ദീർഘനാളായി തങ്ങളുടെ മലയാളത്തിലുള്ളതായ ആരാധനയും പ്രാർത്ഥനകളുമൊക്കെ നഷ്ടമായിരുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ ആത്മവിശ്വാസവും
മാതൃസഭയോടുള്ളതായ അതിൻ്റെ ആരാധനാക്രമങ്ങളോടുള്ളതായ താല്പര്യവുമൊക്കെ വർദ്ധിക്കുവാൻ ഈ സാഹചര്യം ഇടയായി. ഏതാനും മാസങ്ങൾ ഈ ക്രമീകരണങ്ങൾ നടന്നുവെങ്കിലും ആനുകാലികമായ പല പ്രതിസന്ധികളിൽപ്പെട്ട് വിശുദ്ധ കുർബാന അർപ്പണം മുടങ്ങിയെങ്കിലും ആഴ്ചയിൽ ഒന്നെന്ന കണക്കിൽ പ്രാർത്ഥനാക്കൂട്ടം പ്രത്യാശയോടെ മുൻപോട്ട് നീങ്ങി. ദൈവകൃപയുടെ ഉറവിടം ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞ സംഭവ വികാസങ്ങളാണ് പിന്നീട് നടന്നത്. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ പ്രതിനിധിയും പാത്രിയർക്ക വികാരിയുമായി അന്ന് അമേരിക്കയിലും കാനഡയിലും ഉണ്ടായിരുന്ന സിറിയൻ ഓർത്തഡോക്സ് വിശ്വാസികളുടെ ആത്മീയ പിതാവായി നിയമിതനായി ഭരണം നിർവഹിച്ചിരുന്ന ആർച്ച് ബിഷപ്പ് സാമുവൽ യേശുമാർ അഥാനാസ്യൂസ് മെത്രാപ്പോലീത്ത ന്യൂജേഴ്സിയിലെ ഹാക്കൻസാക്കിലായിരുന്നു അന്ന് താമസിച്ചിരുന്നത്. 1976 ജനുവരി മാസത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മ അംഗങ്ങൾ മെത്രാപ്പോലീത്തായെ സന്ദർശിക്കുകയും തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുവാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. 2 തവണയായി നടത്തിയ സന്ദർശനത്തിനൊടുവിൽ അന്ന് പഠനത്തിനും ഭദ്രാസന ശുശ്രൂഷയ്ക്കുമായി ആർച്ച് ബിഷപ്പിനൊപ്പം താമസിച്ചിരുന്നതായ ജൂലിയസ് ഈസ സീസക് റംബാച്ചനെ വിശുദ്ധ കുർബാന അർപ്പണത്തിനായി അയക്കാമെന്ന് ഉറപ്പ് നൽകിയുണ്ടായി. ആർച്ച് ബിഷപ്പ് നൽകിയ ഉറപ്പിൻ പ്രകാരം 1976 ജനുവരി മാസം 25 ഞായറാഴ്ച ആദ്യമായി വന്യ റംബാച്ചൻ ഈസ സിസക് സ്റ്റാറ്റൻ ഐലൻഡിൽ വിശുദ്ധ കുർബാന അർപ്പണം നടത്തി വിശ്വാസി സമൂഹത്തെ അനുഗ്രഹിച്ചു. 1 വർഷക്കാലത്തോളം വിശുദ്ധ കുർബാനയില്ലാതെ പ്രാർത്ഥനാക്കൂട്ടമായി കഴിഞ്ഞിരുന്ന വിശ്വാസികൾക്ക് കുളിർ മഴയായിരുന്നു റംബാച്ചൻ്റെ വിശുദ്ധ കുർബാന അർപ്പണവും വചന ശുശ്രൂഷയും. ഇന്ന് നിങ്ങൾ ചെറിയ ആട്ടിൻകൂട്ടമെങ്കിലും സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ വേദന കാണുകയും ആവശ്യമറിയുകയും നിങ്ങൾക്ക് വേണ്ടത് ഒരുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ തെളിവാണ് ഇന്നത്തെ എൻ്റെ വിശുദ്ധ കുർബാന അർപ്പണം. ഇതായിരുന്നു റംബാച്ചൻ്റെ ഇംഗ്ലീഷിലുള്ളതായ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. ഈ റംബാച്ചനാണ് പിൽക്കാലത്ത് മധ്യ യൂറോപ്പിൻ്റെയും ബെനലക്സ് രാജ്യങ്ങളുടെയും ആർച്ച് ബിഷപ്പായിരുന്ന ജൂലിയസ് യേശു ശിശക് മെത്രാപ്പോലീത്ത. അദ്ദേഹം 2005 ഒക്ടോബർ 29 കാലം ചെയ്ത് നെതർലൻഡ്സിലെ സെൻറ് മേരീസ് കത്തീഡ്രലിൽ ഖബറടക്കം നടത്തുകയുണ്ടായി. അക്കാലയളവിൽ മലങ്കരയിലെ ശ്രേഷ്ഠ കാതോലിക്കായിരുന്ന ബസേലിയസ് പൗലൂസ് ദിദിയൻ ബാവയുടെ കൽപ്പനയെ മാനിച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് മോർ അഥാനാസിയോസിന്റെ നിർദ്ദേശപ്രകാരം ഇടവകയ്ക്ക് മോർ ഗ്രിഗോറിയോസ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് മലയാളം ഇൻകോർപ്പറേഷൻ അണ്ടർ ദ ഹോളി അപ്പോസ്തോലിക് സീ ഓഫ് ആന്റിയോക്ക് ആൻഡ് ഓൾ ദ ഈസ്റ്റ് എന്ന നാമകരണം ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ പരിമല തിരുമേനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് ചാത്തുര്യത്തിൽ മെത്രാപ്പോലീത്തായുടെ നാമം ഇടവകയ്ക്ക് ലഭിക്കുവാനുണ്ടായ സാഹചര്യം ദൃക്സാക്ഷിയായിരുന്ന ഇടവകയുടെ സ്ഥാപകാംഗം ഷെവലിയാർ ഈപ്പൻ മാളിയേക്കലിൻ്റെ സ്വന്തം വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം. Hello, this is Chevalier Epen Maliyekal. There was a true story behind the selection of our church patron, Mor Gregorios Perimela. One day I was driving with our other members to attorney's office to sign the documents to register our church according to New York religious law. As our attorney previously advised us to bring a name for the church, we were discussing several names on the way to his office, but we were not able to make a decision. At this point, we have noticed that a car in front of us driving very slow, and he is not allowing us to pass him until we reached near to the attorney's office, almost 2 miles. And that time, we have noticed the plate number of the car in front of us was Grigos. At that moment, we all agreed to select Mar Gregorios as our patron of our church. We all said it was a God decision. Thank you. ഈശാ ശിശക് റംബാച്ചൻ്റെ വിസ കാലാവധി താമസമിന അവസാനിക്കുന്നതിനാൽ കേരളത്തിൽ നിന്നും ഒരു മലയാളി വൈദികനെ ദേവാലയ ശുശ്രൂഷയ്ക്കായി കൊണ്ടുവരണമെന്ന് ആർച്ച് ബിഷപ്പ് നിർദ്ദേശിച്ചു. അക്കാലയളവിൽ മലങ്കരയിൽ സന്ദർശനം നടത്തിയ ആർച്ച് ബിഷപ്പ് ശ്രേഷ്ഠ ബസേലിയോസ് പൗലൂസ് ദിദിയൻ ബാവയെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കോട്ടയം ഭദ്രാസനത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന റവറൻ ഫാദർ ജോൺ ജേക്കബ് ഇലപ്പനാലിനെ ഇമിഗ്രൻ്റ് വിസയിൽ കൊണ്ടുവരുന്നതിനുള്ളതായ തീരുമാനമുണ്ടായി.
1977 ജൂൺ മാസം ആദ്യവാരം റവറൻ ഫാദർ ജോൺ ജേക്കബ് ഇലപ്പനാൽ ഈ ഇടവകയുടെ ആദ്യ വികാരിയായി അമേരിക്കയിലെത്തുകയും ദേവാലയ ശുശ്രൂഷയുടെ സാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്തു. 1977 മുതൽ 1985 വരെ വികാരിയായി സേവനമനുഷ്ഠിച്ച റവറൻ ഫാദർ ജോൺ ജേക്കബ് അച്ഛൻ്റെ സേവനകാലം ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. വാടക കെട്ടിടങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ദേവാലയം വർദ്ധിച്ചു വന്ന വിശ്വാസികളുടെ ഒന്നിച്ചുള്ള ആരാധനയ്ക്ക് അപര്യാപ്തമായിരുന്നു. വലിയ വില കൊടുത്ത് ഒരു ദേവാലയം വാങ്ങുവാനുള്ള സാമ്പത്തിക ഭദ്രതയും അന്ന് ദേവാലയത്തിനില്ലായിരുന്നു. ഇടവകയുടെ ദൈനംദിന ചെലവുകൾ മുതലായവ ഏതാനും കുടുംബങ്ങളുടെ നിർലോഭമായ സംഭാവനകൾ കൊണ്ട് മാത്രമാണ് നടന്നു വന്നിരുന്നത്. ഏതാനും മാസത്തെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഓസ്കുഡ് അവന്യൂവിലുള്ള 123 നമ്പർ ഭവനം വാങ്ങി ദേവാലയമാക്കുവാൻ ഇടവകയ്ക്ക് സാധിച്ചു. ബാങ്കിൽ നിന്നും മോർഗേജ് ലഭിക്കുവാനുണ്ടായ തടസ്സം പരേതനായ മാത്തൻ ചാക്കോ എന്ന സ്ഥാപകാംഗത്തിൻ്റെ സന്ദർഭോചിതമായ തീരുമാനപ്രകാരമായിരുന്നുവെന്ന് ഇത്തരുണത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. 1979 ഒക്ടോബർ മാസം 17 ബുധനാഴ്ചയാണ് മോർ ഗ്രിഗോറിയോസ് ദേവാലയം ആരാധനയ്ക്കായി സ്വന്തമായ ഒരു ദേവാലയ കെട്ടിടം അമേരിക്കയിൽ വാങ്ങുന്നത്. ഇക്കാലയളവിൽ 1979 നവംബർ 12 അന്നത്തെ കാതോലിക്ക ശ്രേഷ്ഠ ബസേലിയോസ് പൗലൂസ് രണ്ടാമൻ ബാവ ഇടവക സന്ദർശനം നടത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഭദ്രാസന മെത്രാപ്പോലീത്തയുടെ സാന്നിധ്യത്തിൽ നടന്ന ആരാധനയിൽ ആദ്യമായി ഇടവകയിൽ വെച്ച് മാമോദീസ ശുശ്രൂഷ നടത്തപ്പെട്ടു. ഈപ്പൻ മാളിയേക്കലിൻ്റെ പുത്രി ബെറ്റ്സി ഈപ്പൻ, ഗീവർഗീസ് കൊച്ചമ്മൻ്റെ പുത്രി സൂസൻ കൊച്ചമ്മൻ, ജോൺ മാത്യുവിൻ്റെ പുത്രി ലിസ മാത്യു എന്നിവരാണ് മാമോദീസ ഏറ്റ 3 പെൺകുട്ടികൾ. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ദേവാലയം 1980 ഫെബ്രുവരി മാസം 17 ഞായറാഴ്ച ആർച്ച് ബിഷപ്പ് യേശുമാർ അത്താനാസ്യൂസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് കൂദാശ നിർവഹിച്ച് വിശുദ്ധ ബലിയർപ്പിച്ചു. റവറൻ ഫാദർ ഡോക്ടർ ജോർജ് കോച്ചേരി, റവറൻ ഫാദർ ജോൺ ജേക്കബ് എന്നിവർ സഹ ആർമിയത്വം വഹിച്ചു. റവറൻ ഫാദർ ജോൺ പീറ്റർ മേനോ ആർച്ച് ബിഷപ്പിൻ്റെ സഹായിയും പരേതനായ മത്തായി മേലൂട്ട്, ഷെവലിയർ ഈപ്പൻ മാളിയേക്കൽ, ജോർജ് കുട്ടി, പിന്നീട് വെരി റവറൻ ജോർജ് എബ്രഹാം കോർപ്പിസ്കോപ്പ എന്നിവർ ശുശ്രൂഷകരുമായിരുന്നു. 1984 ഇടവകയുടെ സ്ഥാപകാംഗവും മദ്ബഹായിൽ വിശുദ്ധ ശുശ്രൂഷകനുമായി സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീ മത്തായി മേലൂട്ട് ആകസ്മികമായി വേർപെട്ട ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അതേ വർഷം നവംബർ മാസത്തിൽ ഇടവാംഗമായിരുന്ന ശ്രീ ജോർജ് എബ്രഹാമിന് കോട്ടയം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് കശീശ സ്ഥാനം നൽകി. 1985 ഏപ്രിൽ മാസത്തിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ ജേക്കബ് അച്ഛൻ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും തൽസ്ഥാനത്ത് ജോർജ് എബ്രഹാം അച്ഛനെ മെത്രാപ്പോലീത്ത ഇടവകയുടെ വികാരിയായി നിയമിക്കുകയും ചെയ്തു. ഏതാനും മാസത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം സെപ്റ്റംബർ മാസത്തിൽ വികാരി സ്ഥാനം ഒഴിയുകയും തൽസ്ഥാനത്ത് ഐസക് ഗീവർഗീസ് കൂർപ്പള്ളിൽ കശീശായെ നിയമിക്കുകയും ചെയ്തു. ഒരു ഇടവകയുടെ വികാരിയായുള്ള സേവനം എന്നതിലപ്പുറം ഒരു ഭദ്രാസനത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനായിരുന്നു ജോൺ ജേക്കബ് അച്ഛൻ്റെ യഥാർത്ഥ ദൈവനിയോഗം. അച്ഛൻ്റെ അഭാവത്തിൽ ആ അവസരങ്ങളിൽ ക്നാനായ ഭദ്രാസനത്തിൽപ്പെട്ട പുന്നൂസ് കശീശ വികാരിയായി ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മലങ്കര ഇടവകൾ രൂപീകരിക്കുന്നതിനും പിന്നീട് ഈ ഇടവകൾ കൂടി ചേർന്ന് 1993 ഒരു ഭദ്രാസനമായി രൂപീകൃതമാകുന്നതിനും ജോൺ ജേക്കബ് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായി. വേദശാസ്ത്രത്തിൽ ഉന്നത ബിരുദങ്ങളും ഡോക്ടറേറ്റും കരസ്ഥമാക്കിയ അദ്ദേഹത്തെ മലബാർ പള്ളി പ്രതിപുരുഷ യോഗം മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയും തുടർന്ന് 1985 ശ്രേഷ്ഠ ബസേലിയോസ് പൗലൂസ് തുതിയൻ ബാവ തിരുമനസ്സുകൊണ്ട് യുഹാനോൻ മോർ പീലക്സീനോസ് എന്ന നാമത്തിൽ മെത്രാപ്പോലീത്തയായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. വിവിധ തലങ്ങളിൽ സഭയെയും സമൂഹത്തെയും ശുശ്രൂഷിച്ച് ഉത്തമ ക്രൈസ്തവ ദർശനം നൽകിയ അദ്ദേഹം 2015 ഡിസംബർ 31 കാലം ചെയ്ത് പാമ്പാടി സെന്റ് മേരീസ് സിംഹാസന കത്തീഡ്രലിൽ കബറടക്കപ്പെട്ടു. 1985 കാലയളവിൽ ഇടവകയിൽ ഉടലെടുത്ത ചില അസ്വസ്ഥതകളും ആത്മീയ സമാധാന അന്തരീക്ഷത്തിനുണ്ടായ ഭംഗവും സൗഹൃദ ബന്ധങ്ങളിലെ വിള്ളലുകളും മൂലം ഏതാനും അംഗങ്ങൾ ഇടവകയോട് യാത്ര പറയുകയും സ്റ്റാറ്റൻ ഐലൻഡിൽ തന്നെ മറ്റൊരു സുറിയാനി ഓർത്തഡോക്സ് ആരാധനയ്ക്ക് തുടക്കമിടുകയും ചെയ്തു.
ഗ്രിഗോറിയോസ് ചർച്ചിന്റെ വികാരി സ്ഥാനം ഒഴിഞ്ഞ ജോർജ് എബ്രഹാം കശീശ വിശുദ്ധ കുർബാന ചൊല്ലുവാൻ ആരംഭിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മോർ അത്താനാസിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ഈ കൂടിവരവിന് ഒരു ഇടവകയായി അംഗീകരിക്കുകയും സെയിൻറ്റ് ജോൺസ് മലങ്കര സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന പേരിൽ ഭദ്രാസനത്തിലെ ഒരു ഇടവകയായി അംഗീകരിക്കുകയും ചെയ്തു. 1996 സ്വന്തമായ ഒരു ദേവാലയം വാങ്ങി കൂദാശ ചെയ്യപ്പെട്ട ഇടവകയിൽ 25-ൽ പരം കുടുംബങ്ങളാണ് ആരാധനയിൽ പങ്കെടുത്തു വന്നിരുന്നത്. 2010 ഇടവക രജത ജൂബിലി ആഘോഷം നടത്തുകയുണ്ടായി. 133 സങ്കീർത്തനം 1 വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭകരവും എത്ര മനോഹരവുമാകുന്നു. 1985 മുതൽ 30 വർഷക്കാലം സഹോദര ഇടവകളായി കഴിഞ്ഞ 2 ദേവാലയങ്ങൾ ദൈവകൽപ്പനയുടെ പൂർത്തീകരണമായി 2016 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഏക ദൈവാലയമായി തീർന്ന ചരിത്രമാണ് പിന്നീട് സഭയ്ക്കും ഈ ഇടവകയ്ക്കുമുള്ളത്. 1988 ജനുവരി 20-ാം തീയതി ബ്രോഡ് സ്ട്രീറ്റിലെ 179-ാം നമ്പർ സ്ഥലം $40,000 ഇടവക സ്വന്തമായി വാങ്ങുകയും പുതിയ ഒരു ദേവാലയം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങൾ മൂലം ആ സ്ഥലം വിറ്റ ശേഷം പോർട്ട് റിച്ച്മണ്ട് കൗണ്ടി ബാങ്കിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന 181-ാം നമ്പർ കെട്ടിടം സ്വന്തമായി വാങ്ങുകയുണ്ടായി. $1,75,000 ആയിരുന്നു അതിൻ്റെ വില. 1994 ഓഗസ്റ്റ് 5-6 തീയതികളിൽ അന്നത്തെ ഭദ്രാസന മെത്രാപ്പോലീത്ത ഇടവകയുടെ കൂദാശാകർമ്മം നിർവഹിക്കുകയുണ്ടായി. മാർ ഗ്രിഗോറിയോസ് ഇടവകയുടെ രജത ജൂബിലി 2000-ാം ആണ്ടിലും 40-ാം വാർഷികം 2015-ലും സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. ഇടവകയുടെ പ്രാരംഭ വർഷങ്ങളിലും 40-ാം വാർഷികത്തിലും സ്മരണിക പുറത്തിറക്കുകയുണ്ടായി. 2001 ഡിസംബർ മാസത്തിൽ ഭദ്രാസന നേതൃത്വ തലത്തിലുണ്ടായതായ ചില സംഭവ വികാസങ്ങളെ തുടർന്ന് ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ സഖ യുവാസ് പ്രഥമൻ ബാവ അന്നത്തെ ആർച്ച് ബിഷപ്പിനെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യുകയും മുടക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് ശേഷം ഒരു വിഭാഗം ഇടവക ജനങ്ങൾ ഇടവകയുടെ ദേവാലയം അനധികൃതമായി കൈവശപ്പെടുത്തുകയും വിശ്വാസികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. നീണ്ട വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ന്യൂയോർക്കിലെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചതായ വിധിന്യായത്തിൽ മലങ്കര ആർച്ച് ഡയോസിസിന്റെ ഭരണ സംവിധാനത്തിനും അധികാരത്തിനും ആഗമാന സുറിയാനി സഭയുടെ തലവനും പാത്രിക്കീസ് ബാവായ്ക്കും അദ്ദേഹത്താൽ വാഴിക്കപ്പെടുന്ന മെത്രാപ്പോലിത്തായ്ക്കുമുള്ള അധികാരങ്ങളും അവകാശങ്ങളും സംശയലേശമന്യേ വ്യക്തമാക്കപ്പെട്ടു. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ദേവാലയം ദൈവ പരിപാലനത്താൽ തിരികെ കിട്ടിയതിന് പിന്നിൽ ഇടവക ജനത്തിന്റെ കഠിന പ്രയത്നവും കണ്ണീരോടും പ്രതീക്ഷയോടെയുമുള്ള പ്രാർത്ഥനയുമായിരുന്നു. വെരി റവറൻഡ് ഏബ്രഹാം കുറിയാക്കോസ് കറുകയിൽ കോർപ്പിസ്കോപ്പ, വെരി റവറൻഡ് മത്തായി പുതുക്കുന്നത്ത് കോർപ്പിസ്കോപ്പ, ശ്രീ മത്തായി കീണേലിൽ, ശ്രീമതി സൂസൻ കീണേലിൽ, ശ്രീ ജോയി നടുക്കുടി, ഷെവലിയാർ ഈപ്പൻ മാളിയേക്കൽ, ശ്രീ ഏലിയാസ് ജോർജ്, ശ്രീ ജയൻ വർഗീസ്, ശ്രീ മാത്യു ഔസേഫ്, ശ്രീ ജോൺ ആലുംമൂട്ടിൽ, ശ്രീ ചാക്കോ പൗലൂസ് തുടങ്ങിയവരുടെ സേവനങ്ങൾ ഇത്തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയ അവസരത്തിൽ എല്ലാവിധമായ പ്രാർത്ഥനാ സഹായങ്ങളും ഉപദേശങ്ങളും തന്ന ഇപ്പോഴത്തെ പരിശുദ്ധ പാത്രിക്കീസ് ബാവ, ആർച്ച് ബിഷപ്പ് എൽദോ മാർ തീത്തോസ് തിരുമേനി, ഭദ്രാസനത്തിലെ വന്യ കോർപ്പിസ്കോപ്പന്മാർ, വൈദിക ശ്രേഷ്ഠർ, കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവരുടേതായ സേവനം ഒരിക്കലും ഇടവകയ്ക്ക് വിസ്മരിക്കാവുന്നതല്ല. നിരവധി ഇടവക അംഗങ്ങൾ ഫ്ലോറിഡയ്ക്കും സമീപ പ്രദേശങ്ങളിലേക്കും താമസം മാറ്റിയതിനാൽ കൂടി വരുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടത് ഇടവകയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുകയുണ്ടായി. അതേസമയം 2012-ാം ആണ്ട് ഒക്ടോബർ മാസം അവസാനം ന്യൂയോർക്കിനും പ്രാന്തപ്രദേശങ്ങളിലും വീശിയടിച്ച സാൻഡി ചുഴലിക്കാറ്റിൽ ആരാധന നിർവഹിച്ചു വന്നിരുന്ന സ്വന്തം ദേവാലയം നമ്മുടെ സഹോദര ദേവാലയമായ സെന്റ് ജോൺസ് ഇടവകയ്ക്ക് നഷ്ടമായി. ഇരു ഇടവകകളും പരസ്പരം സഹകരിച്ച് ഒറ്റ ഇടവകയാകുക എന്ന ഭദ്രാസന മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് തീത്തോസ് തിരുമനസിന്റെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇരു ഇടവകളുടെയും വികാരിയായിരുന്ന റവറൻഡ് ഫാദർ രാജൻ പീറ്റർ അച്ഛൻ്റെ ആത്മാർത്ഥമായ പരിശ്രമത്താൽ 2 ഇടവകയിലെയും അംഗങ്ങൾ കൂടി ആലോചിച്ച് ഒറ്റ ഇടവകയായി മുൻപോട്ട് പോകുവാൻ തീരുമാനിക്കുകയും 2012 ജനുവരി മാസം 1-ാം തീയതി
ആർച്ച് ബിഷപ്പ് തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച പുതിയ ക്രൈസ്തവ ദൗത്യത്തിലേക്ക് ഇടവക കടക്കുകയും ചെയ്തു. സ്റ്റാറ്റൻ ഐലൻഡിലെ ഇരു ദൈവാലയങ്ങളും ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ചുള്ളതായ ക്രൈസ്തവ ആരാധന 2016 ജനുവരി മാസം മുതൽ ആരംഭിച്ചപ്പോൾ ഇരു ദേവാലയങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള കെട്ടിടമോ സ്ഥലമോ ഒഴിവാക്കി പുതിയൊരു ദേവാലയം കണ്ടുപിടിക്കുന്ന ഏറ്റവും അഭികാമ്യമെന്ന് ഭദ്രാസന മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് എൽദോ മാർ തീത്തോസ് തിരുമേനി നിർദ്ദേശിക്കുകയുണ്ടായി. തുടർന്ന് നടത്തിയതായ അന്വേഷണത്തിൽ 477 കാരി അവന്യൂവിലുള്ള കെട്ടിടം വാങ്ങുവാൻ തീരുമാനിക്കുകയും 2020 നവംബർ 19 ആയത് ഇടവകയ്ക്ക് വേണ്ടി വാങ്ങുകയും ചെയ്തു. അതോടൊപ്പം 181 പോർട്ട് റിച്ച്മണ്ടിലെ നിലവിൽ ആരാധന നടത്തിയിരുന്ന കെട്ടിടവും 522 മിൽ റോഡിലുള്ളതായ സ്ഥലവും വിൽക്കുന്നതിനുള്ള തീരുമാനമെടുത്തു. പരിപൂർണമായി അറ്റകുറ്റപ്പണി നടത്തി വിശുദ്ധ മൂറോൻ കൂദാശ നടത്തുവാൻ ബഹുമാനപ്പെട്ട വികാരി റവറൻ ഫാദർ ജോയ് ജോൺ അച്ഛൻ നിർദ്ദേശിച്ചുവെങ്കിലും ഇടവകയുടെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആ പദ്ധതി നടന്നില്ല. തുടർന്ന് ആവശ്യം വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തിയ കെട്ടിടം ദേവാലയമായി ഒരുക്കുകയും 2021 ഒക്ടോബർ മാസം 31 ഇടവ മെത്രാപ്പോലീത്ത താൽക്കാലിക കുദാശ നടത്തി വിശുദ്ധ ആരാധന ആരംഭിക്കുകയും ചെയ്തു. വലകരയിലെ സീനിയർ മെത്രാപ്പോലീത്ത എബ്രഹാം മോർ സേവേറിയസ് തിരുമേനിയും തദവസരത്തിൽ സന്നിഹിതനായിരുന്നു. നിലവിലുള്ള ദേവാലയം സമ്പൂർണ്ണമായി പുതുക്കി പണിയുവാനുള്ള പദ്ധതിയുമായി ഏറെ ദൂരം ഇടവക ഇതിനോടകം മുൻപോട്ട് പോയിട്ടുണ്ട്. സമീപ ഭാവിയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ദേവാലയം സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്കും അമേരിക്കൻ അധിപത്യരാസനത്തിനും അഭിമാനമായി സ്റ്റാറ്റൻ ഐലൻഡിൽ ഉയർന്നു വരുവാനുള്ളതായ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ത്വരിതഗതിയിൽ നടന്നു വരുന്നു. ഏവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണങ്ങളും തുടർന്നും ഈ ഇടവകയ്ക്ക് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 13 അധ്യായം 7 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. നൂറ്റാണ്ട് കാലം നമ്മെ വഴി നടത്തിയ മഹാപുരോഹിതന്മാരെയും പുരോഹിത ശ്രേഷ്ഠരെയും നമുക്ക് ഓർക്കാം. അവരുടെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ. ആർച്ച് ബിഷപ്പ് സാമുവേൽ യേശു മാർ അത്താനാസിയോസ് ഈശ ശിശക് മെത്രാപ്പോലീത്ത, ജോൺ പീറ്റർ മേനോ കോർപ്പിസ്കോപ്പ, യുഹാനോൻ മോർ പീലക്സിനോസ് മെത്രാപ്പോലീത്ത, പുന്നൂസ് ഏബ്രഹാം കശീശ, ജോർജ് ഏബ്രഹാം കോർപ്പിസ്കോപ്പ, ഐസക് ഗീവർഗീസ് കൂർപ്പള്ളിൽ കോർപ്പിസ്കോപ്പ, കുറിയാക്കോസ് മംഗലത്ത് കശീശ, ഗീവർഗീസ് പുത്തൂർക്കുടിൽ കോർപ്പിസ്കോപ്പ, കുറിയാക്കോസ് ഏബ്രഹാം കറുകയിൽ കോർപ്പിസ്കോപ്പ, റവറൻ ഫാദർ ജോയ് ജോൺ, റവറൻ ഫാദർ രാജൻ പീറ്റർ, റവറൻ ഫാദർ ഫൗസ്റ്റീനോ കിൻഡാനില്ല, ഡോക്ടർ വർഗീസ് മാനിക്കാട്ട് കോർപ്പിസ്കോപ്പ, ഏലിയാസ് അരമത്ത് കശീശ, റവറൻ ഫാദർ വർഗീസ് മാലിയിൽ, റവറൻ ഫാദർ ആകാശ് പോൾ, ഡേവിഡ് ചെറുതോട്ടിൽ കോർപ്പിസ്കോപ്പ, മത്തായി പുതുക്കുന്നത്ത് കോർപ്പിസ്കോപ്പ, വെരി റവറൻറ്റ് ഗീവർഗീസ് തോമസ് ചട്ടത്തിൽ കോർപ്പിസ്കോപ്പ, റവറൻ ഫാദർ ഗീവർഗീസ് ജേക്കബ് ചാലിശ്ശേരി തുടങ്ങി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയവരുമായ എല്ലാ വൈദിക സ്ഥാനികളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്താം. 5 പതിറ്റാണ്ട് കാലം ഒന്നിച്ച് ആരാധിക്കുകയും കൂട്ടായ്മയിൽ കഴിയുകയും ചെയ്ത് നമുക്ക് മുൻപേ ദൈവസന്നിധിയിലേക്ക് യാത്രയായ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ത്യാഗസന്നദ്ധതയ്ക്കും പരിശ്രമങ്ങൾക്കും മുൻപിൽ പ്രണാമമർപ്പിക്കുന്നു. അബ്രഹാമിയ മടിയിൽ നിത്യവിശ്രമം തുടരുന്ന മത്തായി മേലോട്ട്, ദീനാമ്മ മത്തായി, മറിയാമ്മ മാളിയേക്കൽ, കുറിയാക്കോസ് പോത്തൻ, തോമസ് കുര്യൻ, ഏലിയാമ്മ കുര്യൻ, മറിയാമ്മ വർഗീസ്, ജോർജ് വർഗീസ്, ബാബു കുറിയാക്കോസ്, ഗീവർഗീസ് കൊച്ചുമ്മൻ, ഏലിയാമ്മ വർഗീസ്, മാത്തൻ ചാക്കോ, പീലിപ്പോസ് കാവുങ്കൽ, KP ഏബ്രഹാം കുന്നത്ത്, ഇവരുടെ ഓർമ്മ എക്കാലത്തും സജീവമായിരിക്കട്ടെ. ഈ നല്ല ഉദ്യമത്തിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ലഘു ഡോക്യുമെൻ്ററി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ,